വെൽക്കം ബാക്ക് ടു ദ ഷോ വസീം. താങ്ക് യു ഷാൻ. വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ദുബായിൽ നമ്മൾ സാധനം സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ GCC അവർ ഡെലിവറി ചെയ്യും. അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലാതെ എനിക്ക് ഐ ഡിഡ് നോട്ട് നോ ദാറ്റ് സച്ച് ആൻ ഓപ്ഷൻ എക്സിസ്റ്റഡ്. അപ്പോൾ ടോട്ടലി ഒരു 22 days നമുക്ക് ഈ പറയുന്ന പോലെ ലൈസൻസ് എടുത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. നമ്മളെ ഈ കോം ഷോയിൽ ഒരാൾ ഇത്രയും പെട്ടെന്ന് തിരിച്ച് അടുത്ത എപ്പിസോഡ് ചെയ്യാൻ വരും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വി ഹാവ് വസീം ബാക്ക് വിത്ത് അസ്. ആ ഒരു എപ്പിസോഡ് ചെയ്തതിന് ഇത് ഇങ്ങനത്തെ കഥ ഞാൻ ആദ്യം ഓണ്ടർപ്രണറായി പോയ പോലെയാണ്. എനിക്ക് പേഴ്സണലി കുറേ ആൾക്കാർ എന്നെ മെസ്സേജ് ചെയ്തു. ഞങ്ങൾ കുറേ പഠിച്ചു, ഇ കൊമേഴ്സിനെ പറ്റി, ബിസിനസ്സിനെ പറ്റി കുറേ പഠിച്ചു. അതിനുശേഷം ഹാരിസിൻ്റെ എപ്പിസോഡ് വന്നപ്പോൾ ഹാരിസിൻ്റെ വസീമിൻ്റെ എപ്പിസോഡ് ക്ലബ്ബ് ചെയ്ത ആൾക്കാർ കാണാൻ തുടങ്ങി. അതിനും കുറേ പഠിച്ചു. ആസ് ഓഫ് നൗ നമുക്ക് ഇ കൊമേഴ്സ് കമ്മ്യൂണിറ്റിന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ എപ്പിസോഡിന് ശേഷം സംഭവിച്ചത് എന്ന് നമുക്ക് വസീമിൻ്റെ അടുത്ത് തന്നെ കേൾക്കാം. Guys, this episode is sponsored by Tinyzo. Tinyzo is a marketplace enabling agency. They will list your products on websites like Amazon, Flipkart, Meesho and market it for you. Do check them out. We are giving the contact details in the description below. വെൽക്കം ബാക്ക് ടു ദ ഷോ വസീം. താങ്ക് യു ഷാൻ. ഒരു നെറ്റ്വർക്ക് ആണല്ലോ. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഹാരിസിനായിട്ട് പരിചയപ്പെട്ട് പിന്നെ ഹാരിസിന്റെ ദുബായ് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് ഒരു കാര്യമാണ് അതിനുശേഷം നടന്നത്. അതെ. അപ്പോൾ ഈ കോം ഷോയുടെ ആ ഒരു എപ്പിസോഡിന് ശേഷം അപ്പം അന്ന് ഞാനതിൽ ഒരു ഇ കൊമേഴ്സിനെ പറ്റി മാത്രമല്ല നമ്മളുടെ താഴ്ചകളും ഉയർച്ചകളും എല്ലാം പറഞ്ഞു, നമ്മൾ പോയ എക്സ്പീരിയൻസസ് ഒക്കെ. അതെ. അപ്പോൾ അതൊന്ന് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. അതിൽ നമ്മൾ ഇ കൊമേഴ്സിനെ പറ്റി മൊത്തത്തിൽ സംസാരിച്ചിട്ടില്ല. ഒന്ന് ഇടയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഓക്കെ. ബ്രാൻഡ് ഓണേഴ്സ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇ കൊമേഴ്സിലേക്ക് പഠിക്കണം, ഇ കൊമേഴ്സിനെ പറ്റി കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹിച്ചുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എപ്പോഴാണ് സമയം കിട്ടുക, എന്താ ചെയ്യണം, കാനഡയിൽ നിന്ന് വന്നു, UK നിന്ന് വന്നു, ഇവിടെ നിന്ന് വന്നു, ഇന്ത്യയിൽ നിന്ന് വന്നു, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവരെ എല്ലാവർക്കും 1-to-1 ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നടക്കില്ല. അതാണ് ഞാൻ ഷാനെ വിളിക്കാനുള്ള കാരണം. ഞങ്ങൾ വിളിച്ചപ്പോൾ അത് വിചാരിച്ചു ചീത്ത പറയാനായിരിക്കും വിളിച്ചേ, മേലാൽ ഇമ്മാരി പരിപാടി. നമ്മൾ ആ ഒരു എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കണം. ആ ഇ കൊമേഴ്സിൽ നിന്ന് എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമല്ല, എങ്ങനെ ബ്രാൻഡ് അവയർനെസ് ഉണ്ടാക്കാം, എങ്ങനെ ലീഡ് ജനറേഷൻ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്കറിയാലോ. അതിലേക്ക് ഇനിയും കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ബ്രാൻഡുകളെ കൊണ്ടുവരണമെന്ന് നമുക്ക് രണ്ടുപേർക്ക് ആഗ്രഹമുണ്ട്, അതിയായ ആഗ്രഹമുണ്ട്. നമ്മൾ രണ്ടാളും നിങ്ങൾ ഖത്തറിലും നമ്മൾ UAE-ലും ചെയ്ത് ഇ കൊമേഴ്സിൽ എക്സ്പെർട്ടൈസ് ഉള്ളതാണ്. അപ്പോൾ അത് പവർ ഓഫ് ഇ കൊമേഴ്സ്, പവർ ഓഫ് ക്യൂ കൊമേഴ്സ്, പവർ ഓഫ് ചാറ്റ് കൊമേഴ്സ് എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താണ്. പക്ഷെ ഇവിടെ പലരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അവർക്ക് അറിയില്ല എങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ പലർക്കും അറിയില്ല. അത് തന്നെ. അപ്പം അത് നമ്മൾ എന്താണ്, അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കറിയാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത്. ഞാൻ എൻ്റെ ടീമിലുള്ള എല്ലാവരെയും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പാഷനേറ്റ് ആയിട്ടുള്ള എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ എടുത്തിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അപ്പം അതേപോലെ നമുക്ക് ഈ ഷോ വഴി കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാമല്ലോ. ഇത് എവിടം വരെ എത്തുമെന്നുള്ളത് നമുക്ക് തന്നെ അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം നാട്ടുകാരെ മൊത്തം പഠിപ്പിക്കാൻ പറ്റും. അതന്നെ. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അന്ന് നമ്മൾ വെബിനാറിനെ പറ്റി സംസാരിച്ചതും പിന്നെ കമ്മ്യൂണിറ്റിന്ന് ഉള്ളിൽ തന്നെ പറഞ്ഞു. അതിന് ശേഷമാണെന്നല്ല കമ്മ്യൂണിറ്റി ബിൽഡ് ആയത്. അതിനുശേഷമാണ് കമ്മ്യൂണിറ്റി. അതും കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഹാരിസിന്റെ എപ്പിസോഡും കഴിഞ്ഞിട്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി ആലോചിക്കുന്നത്. അതന്നെ. അപ്പോൾ കമ്മ്യൂണിറ്റിയിലും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഈ വന്ന ക്വസ്റ്റ്യൻസും എല്ലാം ക്യൂറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നേരെ വന്നതാണ്. ഒന്നും നോക്കിയില്ല, ദുബായിന് ഫ്ലൈറ്റ് പിടിച്ചു. അതാണ് എളുപ്പം. അതെ, കറക്റ്റ്. പിന്നെ നമുക്കും എളുപ്പം ദുബായിൽ പോകാൻ പറ്റൂല. അതെ. അപ്പം ഞാനിങ്ങോട്ട് വരുന്നതാണല്ലോ എളുപ്പം. കറക്റ്റ്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. റൈറ്റ്. ഓക്കെ. അപ്പം അതിനുശേഷം പിന്നെ ഹാരിസിനെ ഞങ്ങൾ നല്ലോണം ഹെൽപ്പ് ചെയ്തല്ലേ? അതെ. കാരണം ഹാരിസ് എന്നെ വിളിച്ചിരുന്നു, വസീമാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന്, വസീം അവിടെ കണക്ട് ചെയ്യും ഇവിടെ കണക്ട് ചെയ്യും പറഞ്ഞിട്ട്. ഹാരിസ് ഭയങ്കര ഹി വാസ് വെരി
എന്താ പറയുക അതുണ്ടല്ലോ നമുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് വാല്യൂ കിട്ടി എന്ന് ഹാരിസ് പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നി, നിങ്ങളെല്ലാവരും കണക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇത്രയും നാളായില്ലേ ദുബായിൽ അല്ലെങ്കിൽ GCC മാർക്കറ്റിൽ. അപ്പം നമ്മൾ ഓൾറെഡി നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവരുമായിട്ട്. ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്സുകാരനും നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ, അത് എന്താ പറയുക, അത് നമ്മളൊരാൾക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡാണ്. ഇപ്പോൾ ഏതൊരു രാജ്യത്തും ഒരു ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കൈ പിടിച്ച് ഉയർത്താൻ, അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു ജോലിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിക്ക് കയറ്റാനാണെന്നുണ്ടെങ്കിൽ അത് ബിസിനസ് തുടങ്ങാൻ ഒരുപോലെ തന്നെയാണ്. കൈ പിടിച്ച് കയറ്റാൻ ഒരാൾ വേണം. അതില്ലാത്തത് കൊണ്ടാണ് പല ബിസിനസ്സുകളും ചിലപ്പോൾ റൈറ്റ് ഡയറക്ഷനിലേക്ക് പോവാത്തത്. അവിടെയാണ് കൺസൾട്ടന്റുമാരെ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ എക്സ്പെർട്സിനെ യൂസ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പം നമ്മൾ ഇതിലൊന്നും പറ്റാത്ത ആളുകളാണ്. പറ്റാത്ത ആളുകളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി ജോലി എൻഗേജ്ഡ് ആണ്. പക്ഷേ ഈ നെറ്റ്വർക്ക് നമുക്ക് എന്തിനു പുതിയ ആളുകൾക്ക് ലിവറേജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കറക്റ്റ്. ആ റൈറ്റ് റൂട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ബിസിനസ് സെറ്റ് ചെയ്യുമ്പോൾ ഇതാ ഇന്ന ആൾക്കാരെ വിളിച്ചോ, 3-4 ആൾക്കാർ. ഇപ്പൊ ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ടോ, 3 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പറഞ്ഞു, നിങ്ങൾ ഇത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എനിക്ക് അറിയാം, പിന്നെ നിങ്ങൾക്ക് ഏതാണോ മാച്ച് ചെയ്യുക ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേരുക. അതാണ് ഞാൻ പറയല്. അത്രേ ഉള്ളൂ. റൈറ്റ്. അപ്പോൾ ഓക്കെ, നമ്മളിനി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. വാട്ട് ഡോക്യുമെന്റ്സ് ആൻഡ് ലീഗൽ സ്റ്റെപ്സ് ആർ നീഡഡ് ടു സ്റ്റാർട്ട് ആൻ ഓൺലൈൻ ബിസിനസ് ഇൻ ദുബായ്? അവിടുന്ന് തുടങ്ങാം. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ദുബായിൽ നമ്മൾ ഇ കൊമേഴ്സിനെ പറ്റി തന്നെ പറയാം. നമ്മൾ ഇ കോം ഷോ ആണല്ലോ, ബാക്കി ബിസിനസ്സുകൾ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ദുബായിലല്ല UAE ആസ് എ കൺട്രി, UAE ഇ കൊമേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണം. ആദ്യത്തെ കാര്യം ലൈസൻസാണ്. ലൈസൻസ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലൈസൻസ് ഇല്ലാണ്ട് പലരും പറയും നമുക്ക് ലൈസൻസ് ഇല്ലാണ്ട് ആമസോണിൽ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയും. പക്ഷെ ഒരു ബാങ്ക് അക്കൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സസ് വന്നിട്ടുണ്ട് UAE. അപ്പോൾ ലൈസൻസ് ഇല്ലാണ്ട് ഒരു കാര്യങ്ങളും നടക്കില്ല. നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി ലൈസൻസ് ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫൈനും മറ്റുള്ള കാര്യങ്ങളും വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. അതിന് 2 ടൈപ്പ് ലൈസൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് ഒരു സ്റ്റോറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നമുക്കൊരു ഡയറക്റ്റ്ലി ആളുകൾക്ക് വന്ന് വാക്ക് ഇൻ ചെയ്യണ ഒരു സ്റ്റോറ്, അത് കണക്ട് ചെയ്തിട്ടൊരു ഓൺലൈൻ സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻലാൻഡിൽ ലൈസൻസ് തുടങ്ങണം. അതായത് നമുക്ക് ഫിസിക്കലി നമ്മളവിടെ പ്രസൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ലൈസൻസ് ഉണ്ട്. രണ്ടാമത്തത് നമ്മൾ അവിടെ പ്രസൻറ്റ് ചെയ്യണ്ട, അതായത് നമ്മളവിടെ വേണ്ട, നമ്മൾ ഫുള്ളി ഓൺലൈനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ സോൺ ലൈസൻസ് ഉണ്ട്. അതായത് ഫിസിക്കൽ സ്പേസ് നമുക്ക് ഡയറക്റ്റ്ലി കസ്റ്റമേഴ്സ് വാക്ക് ഇൻ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഇ കൊമേഴ്സിന് നമുക്ക് ഫ്രീ സോൺ ലൈസൻസ് മതി. ഓക്കെ. അതായത് ഫ്രീസ് എവിടെയും ഫിസിക്കൽ സ്പേസ് ഇല്ല, വേണ്ട. ഫിസിക്കൽ സ്പേസ് ഇല്ലാണ്ട് നമുക്ക് റെൻ്റലൊന്നും എടുക്കാണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിന് ഫ്രീ സോൺ ലൈസൻസസ് നമുക്ക് മതി. അപ്പോൾ ഈ ഫ്രീ സോൺ ലൈസൻസിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുബായിൽ വേണ്ട, ഫിസിക്കലി വേണ്ട, നമ്മളും വേണ്ട. നമുക്ക് ഇവിടെ ഈ കോഴിക്കോട് ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ലൈസൻസ് എടുക്കാം. നമ്മുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ്, നമ്മളുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തുടങ്ങാൻ പോണ ബിസിനസ്സിൻ്റെ കാറ്റഗറി എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്ക് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. അതായത് ഫുള്ളി ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുള്ള കൺസൾട്ടൻസീസ് ഉണ്ട്. അവരായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ചെറിയൊരു സർവീസ് ചാർജിൽ അവരത് ചെയ്തു തരും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് തുടങ്ങാൻ പോണ ബിസിനസ് എന്നുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതായത് ഇപ്പോൾ ദുബായിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ഗാർമെൻറ്റ്സ് ഒരു ബ്രാൻഡ് അവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു ജനറൽ ട്രേഡിംഗ് ലൈസൻസ് കിട്ടും. ജനറൽ ട്രേഡിംഗ് പ്ലസ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ലൈസൻസസ് അവൈലബിൾ ആണ്. അത് രണ്ടിലും ഫ്രീ സോണിലും മെയിൻലാൻഡിൽ ഫിസിക്കൽ സ്പേസ് വേണം. മെയിൻലാൻഡിലാണ് ഓക്കെ. അപ്പോൾ ഫിസിക്കൽ സ്പേസ് ഇല്ലാത്ത ഓപ്ഷനും ഉണ്ട്. അത് നെക്സ്റ്റ് ഇയറിൽ ഫിസിക്കൽ സ്പേസ് കൊടുത്താൽ മതി എന്നുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. അത് ബേസ്ഡ് ഓൺ ദ പ്രൊഡക്റ്റ് ആണ്, സർവീസ് ആണോ പ്രൊഡക്റ്റ് ആണോ ഇതിനൊക്കെ വച്ചിട്ടിരിക്കും അത്. അപ്പോൾ അങ്ങനത്തെ ലൈസൻസസ് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. ലൈസൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ടാസ്ക് നമ്മൾ ബാങ്ക് അക്കൗണ്ട് വേണം. കാരണം നമ്മൾ ഓൺലൈനാണ്, ഇ കൊമേഴ്സ് ആണ്, നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി പേയ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാങ്ക് വേണം. അതെ. ക്യാഷ് ഓൺ ഡെലിവറി, നമ്മുടെ ഫുൾഫിൽമെൻറ്റ് പാർട്ണർ ക്യാഷ് ഓൺ ഡെലിവറി മേടിച്ച് ആ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണം. അപ്പോൾ അതിന് വീണ്ടും അനദർ 10 to 15 days ബാങ്ക് അക്കൗണ്ടിന് വേണം. അപ്പോൾ ടോട്ടലി ഒരു 22 days നമുക്ക് ഈ പറയുന്ന പോലെ ലൈസൻസ് എടുത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഇത് രണ്ടുമാണ് ഏറ്റവും മേജർ ടാസ്ക് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഇൻ ദുബായ്. റൈറ്റ്.
ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലൈസൻസ് എടുത്തു, ബാങ്ക് അക്കൗണ്ട് എടുത്തു. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് എന്ത്? അപ്പോൾ നമുക്ക് ഓൾറെഡി ഓൺലൈൻ സ്റ്റോർ ഉള്ള ആളുകളായിരിക്കും ചിലപ്പോൾ ഇവിടെ, അല്ലെങ്കിൽ അവിടെ പുതുതായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഷോപ്പിഫൈയോ അല്ലെങ്കിൽ വേറെ ഏത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വെച്ചിട്ടാണെങ്കിലും നമ്മുടെ സ്റ്റോർ ബിൽഡ് ചെയ്ത് വെക്കുക. അതിന് ലൈസൻസ് ഒന്നും വേണ്ട. പാരലലി നമ്മളൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് തുടങ്ങി വെക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് ആ 1 month നമുക്ക് ലാഭിക്കാം. കാരണം അത് പിന്നെ ഒന്നെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കാത്തുകയായിരിക്കും, അല്ലെങ്കിൽ കൺസൾട്ടൻസ് അത് ചെയ്യുന്നുണ്ട്. അത് തന്നെ. അപ്പോൾ ആ 1 മാസം കൊണ്ട് നമ്മൾ സ്റ്റോർ ബിൽഡ് ചെയ്ത് പ്രൊഡക്റ്റ് ഫോട്ടോസ് എടുത്തിട്ട് വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയ ഇതെല്ലാം ചെയ്യാം. അതിനൊന്നും ഒരു ലൈസൻസും വേണ്ട. അതെ, ഇതൊക്കെ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ബിൽഡ് ഇൻ പബ്ലിക്കും ചെയ്യാം. അതൊക്കെ ചെയ്യാം, അതിനൊന്നും ഒരു പ്രോബ്ലം അല്ല. മാർക്കറ്റിംഗ് നേരത്തെ തുടങ്ങാം. മാർക്കറ്റിംഗ് എല്ലാം നേരത്തെ തുടങ്ങാം. വൺസ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടത്? അത് നമ്മൾ സെല് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾഫിൽമെന്റ് പാർട്ട്ണർ വേണം. ഫുൾഫിൽമെന്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ ഇവിടെയാണല്ലോ നിൽക്കുന്നത്, അപ്പം നമുക്ക് അവിടെ വെയർ ഹൗസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ തേർഡ് പാർട്ടി ഫുൾഫിൽമെന്റ് പാർട്ട്നേഴ്സ് ഉണ്ട്. നമ്മളിവിടുന്ന് നമ്മളുടെ പ്രൊഡക്റ്റ് ദുബായിലേക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വെയർ ഹൗസിൽ നമുക്കൊരു പെർ പല്ലറ്റ് സ്പേസിൽ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ പെർ കാർട്ടണിൽ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇനീഷ്യലി നമുക്ക് എന്താണ്, ലൈസൻസ് എടുത്തു, അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു, അതിനുശേഷം ഒരു ഫുൾഫിൽമെന്റ് പാർട്ട്ണറെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും, അതായത് ബേസിക്കലി നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യും, അവിടെ ആ ഇമ്പോർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഈ ഫുൾഫിൽമെന്റ് പാർട്ട്ണർ നോക്കിക്കോളും. അവർ നോക്കിക്കോളും. Even there are partners who can take the product from your warehouse in Kerala itself. ഇവിടെ മുതൽ എൻഡ് ടു എൻഡ് ചെയ്യുന്ന കമ്പനീസ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെയർ ഹൗസിൽ കൊണ്ടുവച്ച് ഇവർ തന്നെ ഡെലിവറും ചെയ്യും. ഇവർ തന്നെ പിക്ക് ആൻഡ് പാക്ക് ചെയ്യും. ഇവർ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ബൾക്കാണ്, കാർട്ടണിൽ ബൾക്കായിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് ലൂസ് പാക്കിങ് ചെയ്യുന്നു, പെർ ഓർഡർ ബേസിസിൽ ഡെലിവറിയും ചെയ്യും. അതും ഹോൾ GCC ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദുബായ് മാത്രമല്ല, UAE മാത്രമല്ല, ദുബായിൽ നമ്മൾ സാധനം സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ GCC അവർ ഡെലിവറി ചെയ്യും. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലാതെ എനിക്ക് ഐ ഡിഡ് നോട്ട് നോ ദാറ്റ് സച്ച് ആൻ ഓപ്ഷൻ എക്സിസ്റ്റഡ്. അത് ദുബായിൽ കൊണ്ടുവച്ചിട്ട് അവിടെ ഒരു വെയർ ഹൗസിൽ സിറ്റുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് GCCയിൽ എവിടെ ബിസിനസ് ചെയ്യണമെങ്കിലും. പക്ഷെ ആ കേസിൽ നമ്മൾ ബാക്കിയില്ല, ഇവിടെ ഒന്നും നമ്മൾ ലൈസൻസ് എടുക്കുന്നില്ല. വേണ്ട, ലൈസൻസ് വേണ്ട. ദുബായിൽ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് GCCയിൽ ഡെലിവറി ചെയ്യും, ക്രോസ് ബോർഡറിൽ പോയിക്കോളും. ഓ, അത് ശരി. അപ്പം ഓക്കെ, അതായത് നമ്മൾ സാധനം ദുബായിൽ വെക്കുന്നത് കൊണ്ടാണ് നമ്മളവിടെ ലൈസൻസ് എടുക്കുന്നത്. അതെ. ഓക്കെ, എന്നാൽ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇന്ത്യയിലുള്ള ഡെലിവറി പാർട്ട്നേഴ്സ് തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ ഒരു ലൈസൻസ് എടുക്കണം. ഇപ്പോൾ ദുബായിൽ പോയി ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ സ്റ്റോർ ചെയ്യുക, ദുബായിൽ വിൽക്കുക, ആൻഡ് ദെൻ യു ഷിപ്പ് ഇറ്റ് ഫ്രം ഹിയർ. അത് പോസിബിൾ അല്ലേ? അതും പോസിബിൾ ആണ്. അതാണ് ക്രോസ് ബോർഡർ ഇ-കൊമേഴ്സ്. ഇപ്പോൾ ചൈനയിൽ നിന്ന് നമ്മളെല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട്. ആലിബാബയുടെ എക്സാമ്പിൾ എടുക്കുക, ആലി എക്സ്പ്രസിൻ്റെ എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ തിമു ഉണ്ട്, അതുപോലെ തന്നെ ഷെയിൻ ഉണ്ട്, അങ്ങനെ പല ചൈനീസ് കമ്പനീസ് ഉണ്ടല്ലോ. അവരെല്ലാവരും ചെയ്യുന്നത് ഈ ക്രോസ് ബോർഡർ ഇ-കൊമേഴ്സ് ആണ്. ഇനീഷ്യലി അവർ ഒരു സ്ഥലത്ത് ഒരു ലൈസൻസ് എടുക്കില്ല. ദെൻ വൺസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലാണ് അവർ ലൈസൻസ് എടുക്കുന്നത്. അതായത് അതിനുള്ള ബിസിനസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അവർ ലൈസൻസിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഫുൾഫിൽമെന്റ് പാർട്ട്നേഴ്സിന്റെ വാല്യൂ ഉള്ളത്. ഈവൻ ആമസോൺ വരെയും ഇങ്ങനെ തന്നെയാണ് പല കൺട്രീസിലും ചെയ്യുന്നത്. കറക്റ്റ്. ഓൺ ബിഹാഫ് ഓഫ് ആമസോൺ ദിസ് fulfillment partner is clearing all the imports to any countries. അങ്ങനെ ആകുമ്പോൾ എന്നാൽ വേറൊരു ഓപ്ഷനും കൂടിയും. ഇപ്പം നമുക്ക് ഒന്ന് ഡെലിവറി കുറച്ച് സ്ലോ ആവും. അതായത് ഇപ്പം എല്ലാവർക്കും 10 minute ഡെലിവറി ആണല്ലോ വേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു വെയർ ഹൗസ് കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് അവിടുന്ന് അങ്ങോട്ടേക്കില്ല ഹൈപ്പർ ലോക്കൽ, അതായത് ലാസ്റ്റ് മൈൽ ഡെലിവറി മാത്രം ഈ ഫുൾഫിൽമെന്റ് പാർട്ട്ണർ ഓപ്പറേറ്റ് ചെയ്താൽ പോരെ, വിത്തൗട്ട് എ ലൈസൻസ് ഇൻ ദാറ്റ് കൺട്രി. അങ്ങനെ നമുക്ക് ചെയ്യുന്നതിന് കുറച്ച് ലീഗൽ പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ടു ഓർഡർ ബേസിസിൽ ചെയ്യണം. അങ്ങനെയല്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ ഫുൾഫിൽമെന്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഈവൻ ദേ വിൽ വർക്ക് ഇഫ് യു ഡോണ്ട് ഹാവ് എ ലൈസൻസ് ഇൻ ദുബായ്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സേ ബ്ലൂ ടൈഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഹാൽ പറഞ്ഞ വോക്കറു കമ്പനിയാണ്. അവൻ ചെയ്യുന്നത് ദേ ഹാവ് സൺസ്ക്രീൻ ജാക്കറ്റ്സ്, പിന്നെ അതേപോലെ ട്രാക്ക് പാൻസും ഉണ്ട്. അപ്പോൾ അവർ ഇന്ത്യയിൽ നല്ലോണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഫ് ദേ വാണ്ട് ടു കം ടു ദുബായ് ഇപ്പോൾ അവർ ഫുള്ളി ഫിഗർഡ് ഔട്ടാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്താ ചെയ്യേണ്ടത് അറിയാം, UGC വീഡിയോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സാധനം അവിടെ എത്തിയാൽ മതി. അവൻ്റെ കേസിൽ എങ്ങനെ ചെയ്യാം നമുക്ക്? ഇപ്പം ആ ഒരു കേസിൽ ഇവിടെ നിന്ന് അയക്കുന്നതിനേക്കാളും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ദ പ്രൊഡക്റ്റ് ഷുഡ് ബി ദെയർ, ബിക്കോസ് Dubai is a very competitive market. Not Dubai, the GCC is a very competitive market. വേൾഡിലെ ഏത് കൺട്രീസിലുള്ള പ്രൊഡക്ട്സും ദുബായിൽ നമുക്ക്
ഇ കൊമേഴ്സ് ത്രൂ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ എന്താണ് നിഹാൽ ചെയ്യേണ്ടത്? സ്പീഡ്, ദ ഡെലിവറി സ്പീഡ്. ഈ സൺസ്ക്രീൻ ജാക്കറ്റ്സ് അവിടെ അവൈലബിൾ ആണ്, മനസ്സിലായോ? അപ്പം നമ്മൾ ഇവിടുന്ന് ഒരാൾ ഒരു 10 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് വന്നതാണോ ഒരാൾ ഓർഡർ ചെയ്യുന്നത്, അതോ നെക്സ്റ്റ് ഡേ ഡെലിവറി ഓർ സെയിം ഡേ ഡെലിവറി കിട്ടുന്നതാണ് അവർക്ക്? സെയിം ഡേ അല്ല, ഇപ്പം 30 മിനിറ്റ് ഡെലിവറി. 30 മിനിറ്റ്. ഇപ്പം ഈവൻ നിഹാലിന് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം ഡാർക്ക് വെയർ ഹൗസസ് ഉണ്ട്, ഡാർക്ക് സ്റ്റോഴ്സ് ഉണ്ട്, പല ഡെലിവറി കമ്പനീസ് ഇപ്പം അതും ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സ്ട്രാറ്റജിക് ലൊക്കേഷൻസിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ആൻ അവർ ഓർ വിത്തിൻ ആൻ ഹാഫ് ആൻ അവർ നമുക്ക് ഡെലിവറി പെട്ടെന്ന് കൊടുക്കാൻ പറ്റും വിത്ത് ദ സെയിം കോസ്റ്റ്. ഇതൊരു സൺസ്ക്രീൻ ജാക്കറ്റ് ആയതുകൊണ്ട് ഒരു ബൈക്കിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. അതൊരു കാർ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു മിനി വാൻ ആണെന്നുണ്ടെങ്കിലാണ് ഡെലിവറി കോസ്റ്റ് കൂടുന്നത്. ബൈക്ക് ഡെലിവറീസിന് നമുക്ക് മാക്സിമം ഒരു 20 to 30 ദിറംസ് കൊടുത്താൽ മതി. അത്രയും കൊടുക്കണ്ട സത്യത്തിൽ, തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് ഇപ്പോൾ ദുബായ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദുബായിയുടെ ഏത് ഭാഗത്തും കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 60 ദിറംസ് ആണ് വരുള്ളൂ വിത്തിൻ 20 മിനിറ്റ്സ് ഡെലിവറി ചെയ്യണതിന് മാക്സിമം. അപ്പം നമ്മൾ ആ കസ്റ്റമറിൻ്റെ നമുക്കൊരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ അറിയാൻ പറ്റും എവിടെ നിന്ന് ഓർഡർ കൂടുതൽ വന്നേന്ന്. അവിടെ നമുക്കൊരു ഡാർക്ക് വെയർ ഹൗസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഈ സാധനം ഷിപ്പ് ചെയ്താൽ ചിലപ്പോൾ 10 ദിറംസിന് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും. അതായത് ബേസിക്കലി എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്സ് ഇൻ ഇന്ത്യ ഹാസ് എ മച്ച് ബിഗർ മാർക്കറ്റ് ഇൻ GCC. അതായത് ജസ്റ്റ് അവർ എസ്റ്റാബ്ലിഷ് ബ്രാൻഡ്സ് ആണ്, അവർക്ക് ലൈസൻസ് എടുക്കുന്ന പ്രശ്നമല്ല. നേരെ പോവുക, ലൈസൻസ് എടുക്കുക, അവിടെ ഒരു വെയർ ഹൗസിൽ തൽക്കാലം സ്റ്റോർ ചെയ്യുക, ഫിഗർ ഔട്ട് വേർ യുവർ ഓർഡേഴ്സ് ആർ കമ്മിങ് ഫ്രം, എന്നിട്ട് അവിടെ അങ്ങോട്ടേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്യുക സാധനം. അതെ, ഇതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഏത് ബ്രാൻഡിനും ദർ ഈസ് എ സ്കോപ്പ് ഇൻ GCC മാർക്കറ്റ്. എന്തുകൊണ്ടാണ്? മലയാളികൾ തന്നെ അവിടെ ഉണ്ട്. ഈ മലയാളികൾ തന്നെ ഈ പ്രൊഡക്റ്റിന് ഓൾറെഡി അവെയർ ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു നല്ല സാധനം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാവരോടും ഇത് പറയും. കാരണം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര എൻഗേജ്ഡ് ആണ്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവൻ കിട്ടിക്കഴിഞ്ഞാൽ വാട്സപ്പിൽ അപ്പം തന്നെ ഇടും. അപ്പൊ എന്താണ്, അപ്പം തന്നെ അവന്റെ ഫ്രണ്ട്സ് അത് കയറി വാങ്ങിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത് നെക്സ്റ്റ് ഡേ, ഇപ്പൊ ദുബായ് UAE ആണെന്നുണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റും നെക്സ്റ്റ് ഡേ ഡെലിവറി ചെയ്യും എവിടെ. അത് UAE സ്റ്റോർ ചെയ്തിട്ട് GCC ആണെങ്കിൽ വിത്തിൻ 3 days എവിടെയും ഡെലിവറി ചെയ്യാം. അതായത് നമുക്ക് അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള മാർക്കറ്റ്സും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളടുത്ത് ആകെ കൂടി ചോദ്യം, നിങ്ങളടുത്ത് എത്ര ഫണ്ട് ഉണ്ട് ബേൺ ചെയ്യാൻ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫണ്ട് ബേൺ ചെയ്യാണ്ടും തുടങ്ങാം, ബേൺ ചെയ്തിട്ടും തുടങ്ങാം. അത് നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനനുസരിച്ചിട്ടാണ്. അതും എത്ര സ്പീഡിൽ നമുക്ക് ഈ ബ്രാൻഡ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണതിനും അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ബേൺ ചെയ്യാണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാർഗം ഇപ്പോൾ നമ്മളവിടെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ബാർട്ടറാണ്. ബാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, മാക്രോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, നാനോ ഉണ്ട്. അപ്പോൾ എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, അവർ ആ പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് വീഡിയോസ് അവരുടെ ചാനലിൽ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഓൺലൈൻ സ്റ്റോറിലേക്ക് ഇപ്പോൾ ഷോപ്പിഫൈഡ് അഫിലിയേറ്റ് കമ്മീഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു അഫിലിയേറ്റ് കോഡ് അവർക്ക് കൊടുക്കുക. അപ്പോൾ അവരുടെ ലിങ്ക് ത്രൂ വരുന്നത് ഓട്ടോമാറ്റിക്കലി ദേ വിൽ ഗെറ്റ് എ അഫിലിയേറ്റ് പേയ്മെന്റ്. UAE പോലത്തെ ഒരു കൺട്രിയിൽ അതിന് പ്ലാറ്റ്ഫോംസും ഉണ്ട്. യെസ്, അതിന് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്. കറക്റ്റ്, ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. ഓൾറെഡി അത് അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ എന്താണ്, ബേൺ ചെയ്യേണ്ട ഒന്നും ചെറിയൊരു എമൗണ്ട്. The thing is we have to give the product. കറക്റ്റ്, അതാണ് നിങ്ങളെ കോസ്റ്റ്. അത് കോസ്റ്റ് ബേസിസിലാണല്ലോ പ്രൊഡക്റ്റ് ആവുമ്പോൾ. ആ പ്രൊഡക്റ്റ് കൊടുക്കുക, കണ്ടന്റ് ചെയ്യുക. ഇഫ് വി ആർ ഗെറ്റിംഗ് ഓർഡേഴ്സ് ഫ്രം then they will get paid, otherwise no. അതെ, സ്റ്റാർട്ടപ്സിന് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണത്. ത്രൂ മാക്രോ, അതേ ബാർട്ടർ സിസ്റ്റം. ബാർട്ടറിൽ വിത്ത് സ്മോളർ ഇൻഫ്ലുവൻസേഴ്സ്. യെസ്, വലിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ല, ചെറിയ ഇൻഫ്ലുവൻസേഴ്സ്. ഈ സാധനം എൻ്റെ അനിയൻ ചെയ്യുന്നുണ്ട്. അവൻ ഡങ്കിൻ ഡോണറ്റ്സിൽ മാർക്കറ്റിംഗ് ടീമിലാ. അപ്പൊ അവൻ ചെയ്യാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡങ്കിൻ സ്റ്റോർ തുറക്കുമ്പോൾ നേരെ ഇതിൻ്റെ അകത്ത് പോയിട്ട് ഒരു 40 ഇൻഫ്ലുവൻസേഴ്സ് അങ്ങോട്ട് സെലക്ട് ചെയ്യും. വാട്ട് എവർ, മാക്രോ, നാനോ. ഒരു ഹ്യൂജ് ഫുട്ഫോള് ഫസ്റ്റ് ഡേയിൽ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് കാരണം വരും. അതിനുള്ള സിസ്റ്റം ദുബായിലുണ്ട്, പക്ഷെ അത് ബാക്കിയുള്ള GCC കൺട്രീസ് ഇസ് സ്റ്റിൽ മച്ച് ബിഹൈൻഡ്. ദുബായിലെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. കറക്റ്റ്, അത് ക്രൗഡ് പുള്ളിങ് ചെയ്യാൻ എന്തായാലും പറ്റും. അത് പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ അതിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോവുകയും ചെയ്യും. ഇതെല്ലാം പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും. പ്രൊഡക്റ്റ് സൂപ്പർ ആയിരിക്കണം. ഇനിയിപ്പോൾ ക്യാഷ് ബേൺ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ then I will suggest the performance marketing. ബേൺ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ സൺസ്ക്രീൻ ജാക്കറ്റ്സിൻ്റെ എത്രയുണ്ട് സെർച്ച് എന്നുള്ളത് നോക്കിയിട്ട് വേണം.
അപ്പോൾ എന്താണ് സെർച്ച് നോക്കുക, സെർച്ച് ആഡ്സ് കൊടുക്കുക. ആ മെറ്റ നന്നായിട്ട് വർക്കിംഗ് ആണ്. കാരണം ഓൾറെഡി മെറ്റയിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ച ആളുകളുണ്ടാവും, അങ്ങനെയുള്ളതുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെയും കാറ്റലോഗ് ആഡ്സോ അല്ലെങ്കിൽ കൺവേർഷൻ ടൈപ്പോ എൻഗേജ്മെൻറ്റ് ആഡ്സോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും കയറിപ്പോവും. അതെ. ദെൻ സ്നാപ്ചാറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റി നമ്മൾ മലയാളി അല്ല, ഇന്ത്യൻ അല്ല എങ്കിൽ നമുക്ക് എമറാത്തി കമ്മ്യൂണിറ്റിയാണ്, ലോക്കൽ കമ്മ്യൂണിറ്റിയാണ്, മിഡിൽ ഈസ്റ്റ് എക്സ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാപ്ചാറ്റിലേക്ക് പോവാം. പിന്നെ UGC കോണ്ടന്റ് ഉണ്ടെങ്കിൽ ടിക്ടോക്ക് ഈസ് സംതിങ് ബെറ്റർ. വി ക്യാൻ ഡു ടിക്ടോക്ക് ആഡ്സ് ഇറ്റ് സെൽഫ്. ഇവിടെ ഇല്ല, ഇന്ത്യയിലില്ല ടിക്ടോക്ക് ആഡ്സ്. ദർ ഇഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഗുഡ് ആൻഡ് ഇറ്റ്സ് എ D2C പ്രൊഡക്റ്റ്, ദെൻ ടിക്ടോക്ക് UGC വിത്ത് സ്പോൺസേർഡ് ആഡ് വർക്കിംഗ് ആണ് അവിടെ. എല്ലാ പ്രൊഡക്റ്റിനും ടിക്ടോക്ക് വർക്ക് ചെയ്യില്ല. ഇതിപ്പോൾ ഈ പോഡ്കാസ്റ്റ് കഴിയുമ്പോഴത്തേക്കും നിഹാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ തീരുമാനമായി, ഓക്കെ നേരെ കൊണ്ടുപോയിട്ട് ദുബായിൽ പരിപാടി തുടങ്ങാം. അതെ. ഓക്കെ, നൈസ്. സോ മൂവിങ് ഓൺ, ഞാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കട്ടെ. നല്ല മാനുഫാക്ചറിങ് സപ്ലയറേയും എങ്ങനെ കണ്ടെത്താം UAE-യിൽ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ല, നമ്മൾ UAE-യിൽ മാനുഫാക്ചറിങ് സപ്ലയേഴ്സിനെയും കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആളുടെ ആവശ്യം എന്താണെന്നുള്ളത് നോക്കണം. ആൾക്ക് ഡ്രോപ്പ് ഷിപ്പ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ആൾക്ക് അവരുടെ D2C സ്റ്റോർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, അവരെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് അതിലെ മേജർ ഇത്. കറക്റ്റ്. അപ്പോൾ മാനുഫാക്ചർ, പക്ഷെ എന്നാലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാക്കേജിങ് പ്രൊഡക്റ്റ് വേണം. ആ പാക്കേജിങ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എവിടെ പോയിട്ട് എവിടെയാണ് മാനുഫാക്ചർ സപ്ലയർ ഇല്ലെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വൈറ്റ് ലേബൽ ചെയ്യുന്നത് ഇപ്പോൾ ഗൂഗിൾ അല്ലാണ്ട് വേറെ അവിടെ അങ്ങനെ ഡയറക്ടറീസ് ഉണ്ട്, യെല്ലോ പേജസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇപ്പോൾ ട്രേഡ് ലിങ്ക് എന്ന് പറഞ്ഞ് ദുബായിലൊരു വെബ്സൈറ്റ് ഉണ്ട്. അലിബാബ പോലെയാണോ? അതെ, അലിബാബ പോലെയാണ്. അതായത് നിങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ട്. യെസ്, നിഹാലിന് അതും വേണ്ടി നോക്കാം. ട്രേഡ് ലിങ്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് എ ഫുൾഫിൽമെന്റ് നെറ്റ്വർക്ക് ആൻഡ് എല്ലാ നെറ്റ്വർക്കും അവർക്ക് പേയ്മെന്റ് ഗേറ്റ്വേസ് എവറിത്തിങ് ഈസ് ദേ. നമ്മുടെ ബ്രാൻഡ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ടു പേ കമ്മീഷൻ ഫോർ ദം. ദേ വിൽ എസ്റ്റാബ്ലിഷ് അവർ ബ്രാൻഡ്. അതെ, ഇത് ഡെലിവറി, സ്റ്റോറിങ്, എവറിത്തിങ് ദേ വിൽ ഡു. ഓൾറെഡി ട്രേഡ് ലിങ്കിന് വിസിറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അലിബാബ പോലെ തന്നെ. അലിബാബ പോലെ, പക്ഷേ നമ്മൾ പ്രൊഡക്റ്റ് അവിടെ എത്തിച്ചു കൊടുക്കണം. നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ ദുബായിലുണ്ട്. ട്രേഡ് ലിങ്ക് ഒരു ഫുൾഫിൽമെന്റ് പാർട്ണറും കൂടിയാണ്. ട്രേഡ് ലിങ്ക് എന്നാണ്, ഫുൾഫിൽമെന്റ് പാർട്ണറും കൂടിയാണ്. അത് ശരി. ഓക്കെ. അപ്പോൾ ട്രേഡ് ലിങ്ക് പറഞ്ഞ സൈറ്റിൽ നിങ്ങൾക്ക് മിക്കവാറും മാനുഫാക്ചറേഴ്സ് ആൻഡ് സപ്ലയേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. ട്രേഡ് ലിങ്കിലും ഉണ്ട്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, എക്സിബിഷൻസ് നടക്കാറുണ്ട് ദുബായിൽ, വേൾഡ് ട്രേഡ് സെന്ററിൽ. അതെ, നമ്മളെ ജൈടെക്സ് പോലെ. വേൾഡ് ട്രേഡ് സെന്ററിന്റെ വെബ്സൈറ്റിൽ കയറാം. അതിൽ കലണ്ടർ ഉണ്ട്. ആ കലണ്ടറിൽ എന്താ പറയുക, ഇൻഡസ്ട്രി വൈസ് നടക്കുന്ന എക്സിബിഷൻസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഒരൊറ്റ എക്സിബിഷൻ അറ്റൻഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഏത് മാനുഫാക്ചർ വേണമെങ്കിൽ കിട്ടും. ഇപ്പോൾ വേൾഡ് വൈഡ്, ദുബായിൽ നിന്ന് മാത്രമല്ല. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ഗോ ഫോർ എക്സിബിഷൻ. ഇവിടുന്ന് ഒരു വിസിറ്റേഴ്സ് എടുക്കുക, നേരെ അവിടെ പോവാം, മെട്രോയിൽ കയറാം, വേൾഡ് ട്രേഡ് സെന്ററിൽ പോവാം. ഒരു 3 ദിവസമായിരിക്കും ഏത് എക്സിബിഷൻ. 3 ദിവസം നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യുക, എല്ലാവരെയും പരിചയപ്പെടാം, നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പോരാ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ടു ഗെറ്റ് ദ മാനുഫാക്ചറേഴ്സ് ആൻഡ് പ്രൊഡക്ട്സ്. അതിൽ ഈ പറഞ്ഞ പോലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ വെബ്സൈറ്റിൽ തന്നെ കയറിയാൽ ഡീറ്റെയിൽ കിട്ടും. ഫുഡ് റിലേറ്റഡ്, FMCG റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഓണർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഗൾഫ് ഫുഡിന് പോകുന്നതാണ്. ബേക്കറി, റെസ്റ്റോറൻറ്റ്, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതും ഫുഡ് മാനുഫാക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇൻഗ്രീഡിയൻസും മറ്റുള്ള കാര്യങ്ങൾ ഗൾഫ് ഫുഡാണ് ദ ബെസ്റ്റ്. ഇപ്പോൾ പാക്കേജിങ്ങിനാണെങ്കിൽ ഞങ്ങളൊക്കെ ഉള്ളത് ഗൾഫ് ഫുഡ് മാനുഫാക്ചറിങ്ങിലാണ്. ഇത് മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനീസും അതിലുണ്ടാവും. അതിൽ ദുബായും ഉണ്ടാവും, വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാവരും. പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റിന് വേറെ ക്വസ്റ്റ്യൻ വന്നത്, ഏത് ഷിപ്പിംഗ് കമ്പനിയാണ്, എങ്ങനത്തെ ഷിപ്പിംഗ് കമ്പനീസ് ആണ് ഇപ്പം ദുബായ് പോലുള്ള കൺട്രീസിൽ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യേണ്ടത്? ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇതിന് ഏറ്റവും ബേസ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് ആണ്. ഓക്കെ, പ്രൊഡക്റ്റ് അതൊരു B2B പ്രൊഡക്റ്റ് ആണോ B2C പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് അനുസരിച്ചിരിക്കും ഷിപ്പിംഗ് കമ്പനീസ്. 2, ഇന്ത്യയിൽ ഏത് ഷിപ്പിംഗ് കമ്പനിയും ചാർജ് ചെയ്യുന്നത് വോളിമെട്രിക് വെയിറ്റിൻ്റെ ബേസിസിലാണ്. CBM ആണ്. ദുബായിൽ ഇ-കൊമേഴ്സ് ഡെലിവറീസിന് അങ്ങനെയല്ല, പെർ ഡെലിവറി മാത്രമല്ല ഗ്രോസ് വെയിറ്റ് എടുക്കും. എല്ലാവരും എടുക്കും എന്നുള്ള എനിക്കറിയില്ല, പക്ഷെ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത് ഗ്രോസ് വെയിറ്റ് ബേസിസിലാണ്, വോളിമെട്രിക് വെയിറ്റിലല്ല. അപ്പോൾ B2B പ്രൊഡക്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കൊറിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജറായിട്ടുള്ള കൊറിയർ എന്ന് പറഞ്ഞാൽ എമിറേറ്റ്സ് പോസ്റ്റാണ്.
MX എന്ന് പറയും, എമിറേറ്റ്സ് നമ്മളെ UAE നാഷണൽ പോസ്റ്റൽ, നമ്മുടെ ഇന്ത്യ പോസ്റ്റ് അവിടുത്തെ എമിറേറ്റ്സ് പോസ്റ്റ്. MX കമ്പനിയുടെ പേര് മാറ്റി അവർ MX എന്ന് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എമിറേറ്റ്സ് പോസ്റ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എമിറേറ്റ്സ് പോസ്റ്റിന് അത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് നെറ്റ്വർക്ക് വർഷങ്ങളായിട്ട് അവർ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഏത് റിമോട്ട് കോർണറിലേക്കും അവർക്ക് ഡെലിവറീസ് ഉണ്ട്. മറ്റുള്ള പോസ്റ്റൽ കമ്പനീസിന്, കൊറിയർ കമ്പനീസിന് അത്രയും റിമോട്ട് ഏരിയയിലേക്ക് ഫാസ്റ്റായിട്ട് എത്തിക്കാൻ പറ്റില്ല. എമിറേറ്റ്സ് പോസ്റ്റിൻ്റെ ഒരു SLA എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ UAE എവിടെയും അവർ കൊടുക്കും. ഞങ്ങൾ യൂസ് ചെയ്യുന്ന എമിറേറ്റ്സ് പോസ്റ്റാണ്, നെക്സ്റ്റ് ഡേ കൊടുക്കും. ഇനി അതല്ല ഒരു റിമോട്ട് ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് +2 അത്രേ ഉള്ളൂ. ഇതാണ് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് അങ്ങനെ എമിറേറ്റ്സ് പോസ്റ്റിൻ്റെ അടുത്തൊന്നും ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. വെരി ഗുഡ് സർവീസ്. ദെൻ പിന്നെ നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഗാർമെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ iMile എന്ന് പറഞ്ഞിട്ടുള്ളൊരു, ഞാൻ നല്ല ആളുകളെ മാത്രമാണ് കേട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു D2C ആണെന്നുണ്ടെങ്കിൽ iMile നല്ലൊരു ഓപ്ഷനാണ്. വെൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ഇൻ്റഗ്രേറ്റഡ് ഒരു സർവീസാണ് iMile. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ GCC ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് ടോട്ടലി ടേക്കപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന IQ ഫുൾഫിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. വെരി ഗുഡ് ഓട്ടോമേറ്റഡ്, ലാസ്റ്റ് മൈൽ ഡെലിവറി ചെയ്യാൻ പറ്റും, വെയർഹൗസിങ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. GCC വഴി ഡെലിവറി കൊടുക്കും, IQ ഫുൾഫിൽമെൻറ്റ്. അവർ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് Aramex ഉണ്ട് അവിടെ, ഡെഫിനറ്റ്ലി Aramex ഉണ്ട്, DHL ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇതനുസരിച്ചിരിക്കും, വാല്യൂ അനുസരിച്ചിട്ടിരിക്കും DHL. ഇപ്പോൾ ആപ്പിൾ യൂസ് ചെയ്യുന്നത് DHLനെയാണ്, അങ്ങനെ ഒരു വ്യത്യാസങ്ങളുണ്ട്. പിന്നെ മിക്ക ഇലക്ട്രോണിക്സ് കമ്പനീസ് യൂസ് ചെയ്യുന്നത് DHLൻ്റെയാണ്. പിന്നെ ഇപ്പോൾ എമിറേറ്റ്സ് പോസ്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞത് ആമസോണിൻ്റെ ഡെലിവറീസ് എമിറേറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആമസോണിൻ്റെ ഡെലിവറീസ് തന്നെ ഇങ്ങനെ പല ആളുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഇതല്ല, ഇതിലും കൂടുതൽ ഡെലിവറി കമ്പനീസ് ഉണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ പ്രൊഡക്റ്റ് വെയിറ്റ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ പ്രൊഡക്റ്റ് പ്രൈസ്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്. ഓക്കെ, എനിക്കിപ്പോൾ ആക്ച്വലി ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് IQ ഫുൾഫിൽമെൻറ്റ്, പിന്നെ അതായിരുന്നു വെച്ചിട്ട് വേറെ എന്തോന്നും കൂടി iMile. ഇവർക്കൊക്കെ ഷോപ്പിഫൈ ആപ്പ് ഉണ്ടോ? ഇവർക്കൊക്കെ ഷോപ്പിഫൈ ആപ്പ് ഉണ്ട്, ഇൻ്റഗ്രേഷൻ ഉണ്ട്. അത് ഫസ്റ്റ് UAE ഞാൻ ഇവരെയൊക്കെ കൊണ്ട് ഈ എമിറേറ്റ്സ് പോസ്റ്റിനെ കൊണ്ട് ഷോപ്പിഫൈ ആപ്പ് ഉണ്ടാക്കിച്ച ആള് ഞാനാണ്. നിങ്ങളാണ്? എന്നാൽ ഞങ്ങളൊരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ലോഗി ലിങ്കർ പറഞ്ഞിട്ട്. എനിക്ക് എല്ലാ ആൾക്കാരും ഒരു ആപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ എമിറേറ്റ്സ് പോസ്റ്റാണ് യൂസ് ചെയ്യുന്നത്, നാളെ നിങ്ങൾ എമിറേറ്റ്സ് പോസ്റ്റ് സമയത്തിന് പോകണില്ല, അല്ലെങ്കിൽ iMile സമയത്തിന് പോകണില്ല വെച്ചാൽ നിങ്ങൾക്ക് വേറൊരു ആപ്പിലേക്ക് ഇത് വിടാം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ആപ്പ് എല്ലാ ലോജിസ്റ്റിക്സ് കമ്പനീസിനെയും ഒരു ആപ്പിൽ അഗ്രിഗേറ്റ് ചെയ്തു. മനസ്സിലായി. അപ്പോൾ ഈ ഒരു ആപ്പ് ഇതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മൾ ഷിപ്പ് റോക്കറ്റ് പോലെ അഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു സംഭവം. പക്ഷേ ഇത് നിങ്ങളായിട്ടല്ല പ്രൈസ് ചെയ്യുന്നത്, നിങ്ങൾ അവരുടെ API ഈ ആപ്പിലേക്ക് ഇൻ്റഗ്രേറ്റ്. അവർ ഡയറക്ട്ലി അവരുമായിട്ട് ലിങ്ക് ഉണ്ടാവും, പക്ഷേ യു ക്യാൻ വർക്ക് വിത്ത് ഓൾ ദീസ് സോ ദാറ്റ് യു ആർ നോട്ട് ടൈഡ് ടു ജസ്റ്റ് വൺ. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് ഞങ്ങൾ അങ്ങനെ ഒരു ആപ്പാണ് ഞങ്ങൾ ഇൻ ഹൗസിൽ യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാ ഡെലിവറി കമ്പനീസിനെയും ഞങ്ങൾ ആപ്പിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു സിംഗിൾ ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ അത് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് പലരും ഈ സർവീസ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു, പിന്നെ ഞങ്ങളത് കൊടുത്തില്ലായിരുന്നു. അതെ, നിങ്ങൾക്ക് അത് ഇപ്പം നിങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ട് അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിൽ ഈ API ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു കമ്പനി ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന എമിറേറ്റ്സ് പോസ്റ്റ് അതിൽ ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ എത്ര ദിവസം എടുക്കും അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അത് ബേസിക്കലി ഇതിൻ്റെ അകത്ത് അവരെ API എത്രത്തോളം കോംപ്ലക്സ് ആണെന്നില്ല, പക്ഷെ നമ്മൾ നോർമലി 2 to 4 weeks ആണ് ടെസ്റ്റ് ചെയ്യണം. അവിടെ നിന്ന് റിപ്ലൈസ് വരണം, കമ്മ്യൂണിക്കേഷനിലെ ഗ്യാപ്പ് ഉണ്ടാവും. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 hour ഡെലിവറി ആണെങ്കിൽ ഇതിനകത്ത് ഒന്നും തെറ്റാൻ പറ്റില്ല. ദർ ഇസ് നോ ടൈം ടു കറക്റ്റ് ഇറ്റ്. അപ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. എനിവേസ് ഓക്കെ, അപ്പം ഡെലിവറി കമ്പനീസിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടി. യെസ്, പോപ്പുലർ പേയ്മെൻറ്റ് ഗേറ്റ്വേസ്, ഇത് പലപ്പോഴായിട്ട് പലരും ചോദിച്ചൊരു സാധനമാണ്. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പം ഖത്തറിലും പിന്നെ ഒമാനിലും ഒക്കെ വെച്ചാൽ വളരെ കുറഞ്ഞ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഉള്ളൂ. പക്ഷേ UAE പോലത്തെ ഒരു കൺട്രീസ് ഐ തിങ്ക് ദർ ഇസ് ഇനഫ് ആൻഡ് മോർ. ഒരുപാട് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർവീസ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ടാപ്പ് ഉണ്ട്, ടാപ്പ് പേയ്മെൻറ്റ്സ് ഉണ്ട്, checkout.com ഉണ്ട്, അതുപോലെ തന്നെ ആമസോണിൻ്റെ പേയ്മെൻറ്റ്സ് ഉണ്ട്, പേഫോർട്ട് എന്ന് പറഞ്ഞിട്ട്, നൂൺ പേയ്മെൻറ്റ്സ് ഉണ്ട്, മൈഫത്തൂറ ഉണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഒരുപാട് UAE ടെല്ലർ ഉണ്ട്, TELR ടെല്ലർ ഉണ്ട്, ഒരുപാട് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് അവൈലബിൾ ആണ്. ഇത് നമ്മളുടെ ആ ഒരു നെഗോസിയേഷൻ സ്കിൽ അനുസരിച്ചിരിക്കും, ആ ട്രാൻസാക്ഷൻ ചാർജസും പെർ ഓർഡർ ചാർജസും അതിനനുസരിച്ചിട്ടിരിക്കും നമുക്ക്
ന്യൂൺ പേയ്മെൻറ്റ്സ് അത്യാവശ്യം വളരെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഇനി അതല്ല നിങ്ങളുടെ ബാങ്ക് ത്രൂ ആണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് വഴി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പേയ്മെന്റ് ഗേറ്റ്വേസ് ഒക്കെ ഇപ്പം ഒരുവിധം പ്ലാറ്റ്ഫോം WooCommerce ആണെങ്കിലും മെജന്റോ ആണെങ്കിലും ഷോപ്പിഫൈ ആണെങ്കിലും ഇവർക്കൊക്കെ പ്ലഗിൻസ് അവൈലബിൾ ആയിരിക്കും അല്ലേ? എല്ലാവർക്കും പ്ലഗിൻ ഉണ്ട്. ഈ ലോജിസ്റ്റിക്സ് കമ്പനീസ് എല്ലാവരും പ്ലഗിൻസ് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. പേയ്മെന്റ് ഗേറ്റ്വേസ് ഓൾറെഡി പ്ലഗിൻസ് അവൈലബിൾ ഉണ്ട്, റെഡിലി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഷോപ്പിഫൈ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് UAE എല്ലാത്തിന്റെ പേയ്മെന്റ് ഇതാണ്, ഈസിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഷോപ്പിഫൈ ആരാധകരായി മാറിയത്. കാരണം ഭയങ്കര ഈസിയാണ്. ഷോപ്പിഫൈ ആണെന്നുണ്ടെങ്കിൽ UAE ആണെന്നുണ്ടെങ്കിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. കാരണം ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഗൂഗിൾ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യാം, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക് ആഡ്സ് എല്ലാം ഫേസ്ബുക്ക് ആയിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്. പ്ലസ് ലോജിസ്റ്റിക്സ് കമ്പനീസ് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഷോപ്പിഫൈയുടെ പ്ലഗിൻ ഉണ്ട്. അതുപോലെ തന്നെ പേയ്മെന്റ് ഗേറ്റ്വേസിന്റെ കയ്യിൽ പ്ലഗിൻ ഉണ്ട്. എല്ലാ പ്ലഗിൻസും ഓൾറെഡി അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഇന്നലെ എനിക്ക് ഞാനൊരു സ്ഥലത്ത് ഇന്ററാക്ഷൻ പോയപ്പോൾ സ്റ്റുഡൻസുമായിട്ട് അവർ കസ്റ്റം ബിൽഡ് ചെയ്യാനല്ലേ, കസ്റ്റം ബിൽഡ് ചെയ്ത വെബ്സൈറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി സാധനങ്ങൾ ബിൽഡ് ചെയ്യാൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് യു ഇയേഴ്സ്. പേയ്മെന്റ് ഗേറ്റ്വേ ഇന്റഗ്രേഷൻ, ലോജിസ്റ്റിക്സ് ഇന്റഗ്രേഷൻ. പക്ഷെ ഇതൊക്കെ ബിസിനസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ആൾക്കാർ പഠിക്കുക. ഇങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെ ഉണ്ട്. മറ്റേ ഷോപ്പിഫൈ ആകുമ്പോൾ നേരെ പോവുക, അങ്ങോട്ട് സെറ്റാക്കുക, പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക, 1 മിനിറ്റ് സാധനം റെഡിയാണ്. ഓക്കെ, പേയ്മെന്റ് ഗേറ്റ്വേൻ്റെ കഴിഞ്ഞു. നൗ വി മൂവ് ഓൺ ടു ചെറിയ ബഡ്ജറ്റ് വെച്ചിട്ട് ദുബായിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ചെറിയ ബഡ്ജറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിന് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് ചിലപ്പോൾ കൊമേഴ്സിനെ പറ്റി അറിയാമായിരിക്കും, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാമായിരിക്കും, ശരിയല്ലേ? അതെ. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഒരു ലൈസൻസ് എടുത്തിട്ട് ദേ ക്യാൻ ബി എ കൊമേഴ്സ് കൺസൾട്ടൻറ്റ്, എന്നിട്ട് ട്രഡീഷണൽ ബിസിനസ്സിനെ ഡിജിറ്റലൈസ് ചെയ്യിക്കുക, കൊമേഴ്സിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താണ്, ആ ബിസിനസ്സിൻ്റെ റവന്യൂ ഷെയറിങ് രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ എന്താണ്, ബഡ്ജറ്റ് അവരെടുത്തോളും, നമ്മൾ ആസ് എ സർവീസ് പാർട്ട്ണറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റവന്യൂ ഷെയറും കൂടി ചോദിച്ചിട്ട് വാങ്ങിക്കുന്നത്. അതെ. ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഒരാൾ തുടക്കക്കാരൻ ഒരു പുതിയ ഓൺലൈൻ ബിസിനസ് ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അവനൊരു ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ക്യാൻ ഡു, ബിക്കോസ് ഹി ക്യാൻ ഡു ഇറ്റ്സ് ഓൺ ഹിസ് ഓൺ മാർക്കറ്റിംഗ്. ഓൾറെഡി അത്യാവശ്യം ബേസും ഉണ്ടാവും, പിന്നെ ഹി ആൾസോ ഹാസ് ദ മണി ടു ഡു ദാറ്റ്. അതെ. അല്ലെങ്കിൽ അവനൊരു സ്വന്തം ബിസിനസ് ഓൾറെഡി ഒരു റണ്ണിങ് ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൊമേഴ്സിലേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ വർക്കബിൾ. Otherwise, if you are starting our own brand, it will take a long time, as well as we have to drain a lot of money. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യണത് അവിടെ വലിയ വലിയ ബ്രാൻഡ്സ് ആയിട്ടാണ്. നമ്മളൊരു പെർഫോമൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നമ്മളുടെ എന്താ പറയുക ഡിസ്പ്ലേ സെർച്ച് ആഡ്സ് ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ ഓപ്ഷനിൽ വരുമ്പോൾ നമ്മൾ താഴോട്ടേക്ക് ഇങ്ങനെ പോകും, എല്ലാവരും നല്ല ബിഡ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് എത്രയോ കമ്പനീസ് ഇപ്പോൾ ആഡ് ചെയ്യണേന്നറിയാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പിടിച്ച് കയറി വരാൻ ഇറ്റ് വിൽ ടേക്ക് എ ടൈം. കറക്റ്റ്. Otherwise, first you should be a influencer. You make a community. Distribute. You make a community, you build a network, then you get a product or service. Correct. Which caters to that network. Yeah. അതാണ് ഒരു ബൂട്ട്സ്ട്രാപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. Build your own community or network. Then you then think about monetizing it. Yes. Correct. Okay. So moving on, is it possible to start a drop shipping business from India for customers in the Gulf region? നമ്മൾ ഓൾറെഡി സംസാരിച്ചു. ദുബായ്സ് ഓൺലൈൻ മാർക്കറ്റിൽ എന്താണ് ട്രെൻഡ്, ന്യൂ ബിസിനസ്സസ് ഷുഡ് നോ അബൌട്ട്? ഓൺലൈൻ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ബാർട്ടറായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇൻഫ്ലുവൻസേഴ്സിന് ദേ വിൽ പേ എ മണി. രണ്ടാമത് ദുബായിൽ ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെ വന്നിരിക്കുന്നത്, ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ല, ഒരു ക്രോസ് ബോർഡർ ഇ-കൊമേഴ്സിൽ വന്നിരിക്കുന്നത് തെമു ആണ്. TEMU. ഇതിനെ പറ്റി ഞാനും തെമു വന്ന് ആ UAE മാർക്കറ്റ് തന്നെ ഇപ്പോൾ ഈവൻ ആമസോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂൻ 3ാമതായിട്ട് വന്നേക്കാണ്. തെമു അതിലും മുകളിൽ കയറി. തെമു, ഷെയ്ൻ ഇതെല്ലാം വന്നിട്ടുണ്ട്. അവർ ചൈനയിൽ നിന്ന് നന്നായിട്ട്, അത് ഷീനിൽ ഗാർമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. തെമു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തെമു ഈസ് എ സ്മോൾ അലിയ എക്സ്പ്രസ്, അല്ലെങ്കിൽ അലിബാബ, എല്ലാ പ്രൊഡക്ട്സും ഉണ്ട്. അതിനായിട്ടൊരു ലോ കോസ്റ്റ് ആൻഡ് ഡെലിവറി ടൈം,
അവർ ഡെലിവറി വൈകി കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കുന്നതും ക്രെഡിറ്റ്സ് കൊടുക്കുന്നതും അങ്ങനെ ഒരുപാട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് തെമ്മു ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ആളാണ് തെമ്മുൻ്റെ ലോജിസ്റ്റിക്സ് ചെയ്യുന്നത്. 4 കണ്ടെയ്നർ ആണ് റിട്ടേൺ ഫ്രം സൗദി തെമ്മുൻ്റെ. അപ്പോൾ റിട്ടേൺസ് 4 കണ്ടെയ്നർ ഒരു മന്ത് ഉണ്ടെങ്കിൽ അപ്പോൾ എത്ര സെല്ല് ചെയ്യുന്നുണ്ടാവും? റിട്ടേൺസ് അറൗണ്ട് 10,000 ടണ്ണാണ് അവർ പ്രൊഡക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത് UAE മാത്രം. അപ്പോൾ എത്രയോ ബിഗാണ് UAEയുടെ ഓൺലൈൻ മാർക്കറ്റ് എന്നുള്ളതും അവിടെ ട്രെൻഡ് ഈ തെമു ട്രെൻഡായതും എന്നുള്ളത് ഒന്ന് ആലോചിക്കണം. അപ്പോൾ ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഗാർമെൻറ്റ്സ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഇൻഗ്രീഡിയൻസ് എപ്പോഴും നല്ലൊരു ഓപ്ഷനാണ്. ഫുഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഈ പുതിയ ഫുഡ് സ്റ്റഫുകൾ പലതും ഉണ്ടാകും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പറയുന്ന നമ്മുടെ ചിപ്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മൂവ്മെൻ്റ് ഉള്ള ഒരു നീഷാണ്. പിന്നെ ഇപ്പം എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല ഏതാണ് ട്രെൻഡിങ് അല്ലാത്തതെന്നുള്ളത്. ലോട്ട് ഓഫ് പ്രോഡക്റ്റ്. അത് നിങ്ങൾക്ക് സിമിലർ വെബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിമിലർ വെബിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് പോകുന്ന വെബ്സൈറ്റ്സ് ഏതാണെന്നുള്ള അറിയാം. ജസ്റ്റ് ഡു ദാറ്റ്. അതാണ് കുറച്ചും കൂടിയും. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എന്തിനും നമുക്ക് ട്രെൻഡാക്കി മാറ്റാൻ കഴിയും. അതാണ് നമ്മളുടെ കയ്യിലുള്ള മണി, നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് യുണീക്ക് ആണോ എന്നുള്ള അനുസരിച്ച്. ഇപ്പം എൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. എൻ്റെ വൈഫ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്. ആൾ കുറേ നാൾ ജോലി ചെയ്തു, പിന്നെ കുട്ടിയൊക്കെ ഉണ്ടായി വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആൾ സ്വന്തമായിട്ട് ആൾക്ക് ഹാൻഡിക്രാഫ്റ്റ്സ്, അതായത് UAEയുടെ സോവനീഴ്സ് ആണ് ആൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്യാമൽസും UAEയുടെ ഡിസൈൻസ് കൊടുക്കും, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കൺട്രീസിൻ്റെ ഫ്ലാഗ്സ് കൊടുക്കും. അങ്ങനെ ക്യാമൽസാണ് ആളുടെ ക്യാൻവാസ്, അതിലാണ് ചെയ്യുന്നത്. ബട്ട് ഒരു സീസൺ ഉണ്ട് ആൾക്ക്, 4 മാസമാണ് ആ സീസൺ. ക്രിസ്മസിൻ്റെ സീസണിലാണ് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റുകൾ പോകുന്നത്, ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയറിൻ്റെ സീസൺ. ഓക്കെ, ആ 4 മാസം ദ എമൗണ്ട് ഓഫ് ഓർഡേഴ്സ് ഷീ ഗെറ്റിംഗ് ഈസ് ടോട്ടലി നമുക്ക് ആർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. ഒന്നും ചെയ്യണില്ല, ഞാനൊരു കുഞ്ഞ് പെർഫോമൻസ് ആഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആൻഡ് ദ മണി ഐ എം പുട്ടിങ് ഇൻ ഇറ്റ് വെരി ലെസ്. പക്ഷേ ദ പ്രൊഡക്റ്റ് ഈസ് യുണീക്ക് ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് സീസണൽ ആൻഡ് ദ പ്രൊഡക്റ്റ് ഹാവ് ഓൾറെഡി കസ്റ്റമേഴ്സ് ഫോർ ദാറ്റ്. എല്ലാം യൂറോപ്യൻസ് ആണ് വേണമെങ്കിൽ, മീൻസ് US UK യൂറോപ്യൻസ് ആണ് അത് വാങ്ങിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ട്രെൻഡ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ല. പിന്നെ നെക്സ്റ്റ് ഇയറിലെ 4 months കഴിയുമ്പോൾ ആ ഒരു 4 monthsലാണ് വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് ട്രെൻഡ് ഉണ്ടാക്കാം. നമുക്ക് ആ സമയത്ത് കണ്ടുപിടിച്ചാൽ മതി. വാട്ട് ഈസ് ഗോയിങ് ഇൻ ദ മാർക്കറ്റ്. Am I able to give a product that caters to that market at that season? അതെ, എന്ന് നോക്കി ചെയ്താൽ മതി. അതെ. അപ്പോൾ ഞാൻ മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ എൻ്റെ ഈത്തപ്പഴത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനൊരു MVP ചെയ്തു നോക്കി ഈത്തപ്പഴത്തിന്. നമ്മളിതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രയൽ ചെയ്യണ്ടേ. ഈത്തപ്പഴം വസീം വീണ്ടും വന്നോ? അപ്പോൾ ഈത്തപ്പഴം ഞാനൊരു ട്രയൽ, ഒരു MVP ഞാൻ തന്നെ ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്തു, വീഡിയോ എടുത്തു, ഒരു ഫ്രണ്ടിനെ ഉപയോഗിച്ചു. അവരെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തത്. ബാക്കി വെബ് ഞാൻ തന്നെ ജസ്റ്റ് ഒരു MVP സെറ്റപ്പ് ഞാൻ ചെയ്തു. ഞാൻ ഇതുപോലെ പേയ്മെൻറ്റ് ഗേറ്റ് വേ കണക്ട് ചെയ്തു, ലോജിസ്റ്റിക്സ് പാർട്ട്ണറെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു, ആ പരിപാടികളെല്ലാം ചെയ്തു. ഞാനത് ചെയ്തതെന്ന് പറഞ്ഞാൽ വെറും 2 ദിവസം കൊണ്ട് ഈ പറഞ്ഞ പരിപാടികളെല്ലാം ചെയ്തത്. അതെ, ഓക്കെ. ദ വെരി നെക്സ്റ്റ് ഡേ ഞാനൊരു ആഡ് ചെയ്തു ഇൻസ്റ്റഗ്രാമിലും, അതുപോലെ തന്നെ ഫേസ്ബുക്കിലും, അതുപോലെ ഗൂഗിൾ സെർച്ചിലും ഒരു ആഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ ഇറ്റ് സെൽഫ് ഐ ഗോട്ട് അറൗണ്ട് 10 to 15 ഓർഡേഴ്സ്. ഞാനൊരു പരിപാടി തുടങ്ങിയുള്ളൂ. അത് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു കുഞ്ഞു ഫ്രീസർ വാങ്ങിച്ചു വെച്ചു. ഓക്കെ, എനിക്കത് ട്രയലാണ്. അടിപൊളി. എനിക്ക് വേണമെങ്കിൽ വലിയ ലെവലിലേക്ക് പോവാം. ഞാനൊരു ചെറിയ ഫ്രീസർ വാങ്ങിച്ചു ആമസോണിൽ നിന്ന്. ആ ഫ്രീസറിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ മദീനയിൽ നിന്ന് ഞാൻ പ്രൊഡക്റ്റ് വരുത്തിച്ചു, അത് അതിൻ്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആ പ്രൊഡക്റ്റിൻ്റെ ഇൻവെൻട്രി വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ 15 ഓർഡർ തീർത്തത്. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, ഇത്ര അധികം ഈത്തപ്പഴ സ്റ്റോറുകൾ അവിടെ ഉണ്ടായിട്ടും, ഇത്ര അധികം ഈത്തപ്പഴത്തിൻ്റെ ഒരു പരദീസ എന്ന് പറയാം ആണ് ദുബായ് എന്ന് പറയുന്നത്. എന്നിട്ട് എനിക്ക് ഓൺലൈനിൽ അത്രയും ഓർഡർ കിട്ടി. സോ ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റ് ഹാവ് മാർക്കറ്റ് ഇൻ ദുബായ്. നമ്മളത് എവിടെ പ്ലേസ് ചെയ്യുന്നു, ഏത് രീതിയിൽ പ്ലേസ് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടായിരുന്നു ആ ട്രെൻഡ് ആവുന്നത്. കറക്റ്റ്. അതായത് എന്തും നമുക്ക് വിൽക്കാൻ പറ്റും. യു ഹാവ് ടു ജസ്റ്റ് ഫൈൻഡ് ഹൂ ദ കസ്റ്റമർ ഈസ്. ആ കസ്റ്റമറിന് കാറ്റർ ചെയ്യുന്ന രൂപത്തിൽ ഇതെങ്ങനെയാണ് ഞങ്ങൾ ആഡ് ചെയ്തത്? ഈ ഒരു ഞാൻ ആഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഈ ഏതൊരാളും ഒരു നല്ല പ്രൊഡക്റ്റ് വേണം, അത് അവർക്ക് അവരുടെ അടുത്ത് കിട്ടുന്നില്ലെങ്കിൽ അവർ ഗൂഗിൾ സെർച്ച് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗൂഗിൾ സെർച്ചിൽ ഞാനൊരു ആഡ് കൊടുത്തു, ഇങ്ങനെ ബെസ്റ്റ് ഡേറ്റ്സ് അവൈലബിൾ ആണ്, മദീനയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന ഡേറ്റ്സ് അവൈലബിൾ ആണ് അറ്റ് എ റീസണബിൾ കോസ്റ്റ്
എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി എനിക്ക് വെബ്സൈറ്റിലേക്ക് വന്നു, കോള് വന്നു, ചാറ്റ് വന്നു വാട്സാപ്പിൽ. അതൊന്ന്. രണ്ടാമത് ഞാൻ ഇൻസ്റ്റഗ്രാം മെറ്റയിൽ ഒരു എൻഗേജ്മെൻറ്റ് ആഡ് ചെയ്തു, കൺവേർഷൻ മെസ്സേജസ് ആയിട്ട്. എന്നിട്ട് അവരായിട്ട് പേഴ്സണലി ചാറ്റ് ചെയ്തു. അങ്ങനെ കൺവേർട്ട് ചെയ്തെടുത്തു. എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത അങ്ങനെയുള്ള പറഞ്ഞിട്ട് അങ്ങനെ ചാറ്റ് കൊമേഴ്സ് ഈസ് സംതിങ് ഈസ് വെരി യുണീക്ക് ആൻഡ് യു ക്യാൻ ഡു ഇറ്റ് ഇൻ ദുബായ്. പേഴ്സണലൈസ്ഡ് കോൺവെർസേഷൻ കൊമേഴ്സ്, പേഴ്സണലൈസ്ഡ് സർവീസസ് ആൻഡ് പേഴ്സണലൈസ്ഡ് പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1000 കസ്റ്റമേഴ്സ് മതി. 1000 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ബി പ്രോഫിറ്റബിൾ. അതായത് നമ്മൾ വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യുന്നതിന് പകരം വാട്സാപ്പിലേക്ക് റീഡയറക്ട് ചെയ്യാം. അതിനൊരു ടൂൾ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ടൂള്. അതായത് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഇവർക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാറ്റ് കൊമേഴ്സ് പ്ലാറ്റ്ഫോം തന്നെ നമ്മളുടെ ദുബായിൽ അവൈലബിൾ ആണ്. അത് ഒരുപാട് ആളുകൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് ശരി. ഓക്കെ, ഏത് പ്ലാറ്റ്ഫോമാണത്? സുബൂണി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. സുബൂണി ചാറ്റ് കൊമേഴ്സ് ആണ്. അതിൽ തന്നെ നമുക്ക് പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ഷോപ്പിഫൈ പോലെ തന്നെ അതിൽ തന്നെ പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ നിന്ന് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ അവർ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുബൂനിയിൽ നിന്ന് നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കാം പ്രൊഡക്റ്റ്. സുബൂനിയുടെ സ്റ്റോർ ലിങ്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അപ്ഫ്രണ്ട് ക്യാഷ് ഒന്നും കൊടുക്കണ്ട. ഓർഡർ വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി. പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ ഒരു ചാർജസ് മാത്രം കൊടുത്താൽ മതി അവർക്ക്. അടിപൊളി. സുബൂനി ആപ്പ് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ക്യുക്കമേഴ്സ് ആൻഡ് കോൺവെർസേഷണൽ കൊമേഴ്സ് ഹാസ് ടേക്കൺ ഓവർ ഇ കൊമേഴ്സ്. യെസ്, അല്ലേ? അത് കറക്റ്റാണ്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാസ് ഇ കൊമേഴ്സ് അല്ല, പേഴ്സണലൈസ്ഡ് ബ്രാൻഡുകൾക്ക് D2C ബ്രാൻഡ്സിന് ബെസ്റ്റ് ഈസ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് സർവീസ്. കാരണം ആഡുകൾ കണ്ട് 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 ആളുകൾ മടുത്തു. ഇത് ഏത് വാങ്ങിക്കണം എന്ത് വാങ്ങിക്കണം എന്നുള്ളതിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. നമ്മൾ സീംലെസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കസ്റ്റമറിന് കൊടുക്കുക, പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് കൊടുക്കുക, ഡെലിവറി ഫാസ്റ്റർ ആക്കുക, യുണീക്ക് പ്രൊഡക്റ്റ് ആവുക, ചാറ്റ് സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം ഇമ്മീഡിയറ്റ് ആക്കുക. അല്ലാണ്ട് 2 മണിക്കൂർ ചെയ്യണമല്ല. ഒരു ലീഡ് വന്നാൽ ഇമ്മീഡിയറ്റ്ലി സ്പോട്ടിൽ കൺവേർട്ട്. അതിന് നിങ്ങൾ ഒന്നെങ്കിൽ ഫിലിപ്പീൻസ് അല്ലെങ്കിൽ ഇന്ത്യ പോലത്തെ കൺട്രികളിൽ ചാറ്റ് ഏജൻസിനെ ബാക്ക്-എൻഡ് ചാറ്റ് ഏജൻസിനെ വെച്ചാൽ മതി. അടിപൊളി. ഇത് ആക്ച്വലി എനിക്ക് ട്രൈ ചെയ്യണം. ഞാൻ ആക്ച്വലി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഐ തിങ്ക് ദിസ് വിൽ വർക്ക് ബിഗ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അജു പറഞ്ഞൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് എക്സ്പേർട്ട് ഉണ്ട്, മൂപ്പരോട് സംസാരിച്ചപ്പോഴും ഹീസ് ഓൾസോ ഡൂയിങ് ദ സെയിം തിങ്. ഹീസ് കൺവേർട്ടിങ് പീപ്പിൾ ഇൻ ടു ചാറ്റ്. എന്നിട്ട് ചാറ്റിലൊരു ചാറ്റ് ഏജന്റ് ആണ്, അത് സെയിലിലേക്ക് കൺവേർട്ട് ആണ്. പക്ഷെ അത് വലിയ ആവറേജ് ഓർഡർ വാല്യൂ ആണ്. കാരണം ഞാൻ നോക്കിയപ്പം പീപ്പിൾ ഹൂ സ്പീക്ക് അറബിക് ആർ മോർ പ്രോൺ ടു ദിസ്. അവർക്ക് വന്നിട്ട് സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് ഒന്നും ചെയ്യണ്ട. പക്ഷെ ദർ ഇസ് അനദർ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഹു ഡസൻ വാണ്ട് ടു ടോക്ക് ടു എനിവൺ. അവർ നേരെ വന്ന് സെലക്ട് ചെയ്ത് സാധനം കാർട്ടിലിട്ട് ഒരു ചെക്കൗട്ട് ചെയ്യും. പക്ഷെ ഇവർക്ക് സംസാരിച്ച് ആ പ്രൊഡക്റ്റ് എങ്ങനെ ഇതങ്ങനെ അങ്ങനെ ഓക്കെ ഒരു 10 കാർട്ടൺ അയച്ചോ, ഇതൊക്കെയാണ് അവരുടെ രീതി. അടിപൊളി. അതിൽ ഞാനൊന്നുകൂടി ആഡ് ചെയ്യാം. ഞാൻ ഹോട്ട് പാക്ക് വെബ് സ്റ്റോർ ബിൽഡ് ചെയ്തത് ചാറ്റ് കൊമേഴ്സ് ആണ്, കോൺവെർസേഷണൽ കൊമേഴ്സ് വഴിയാണ്. അതായത് ആദ്യത്തിൽ ആൾക്കാർക്ക് അറിയൂല ഈ ഓൺലൈൻ സ്റ്റോറിലതൊന്നും അറിയില്ല. ഓരോരുത്തരെയും നമ്മൾ കോൺവെർസേഷൻ വഴിയാണ് നമ്മൾ ബിൽഡ് ചെയ്തത്. അങ്ങനെ 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 കസ്റ്റമർ ബേസ് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് then they started talking to others in their network. അതെ. അപ്പോൾ കസ്റ്റമറിൻ്റെ കൺവീനിയൻസ് എന്താണോ അതിൽ നമ്മൾ കൊടുക്കുക. വെബ്സൈറ്റ് വേണ്ടവർക്ക് വെബ്സൈറ്റ്, ചാറ്റ് വേണ്ടവർക്ക് ചാറ്റ്, ആമസോണിൽ വാങ്ങിക്കുന്നവർക്ക് അത്, നൂനിൽ വാങ്ങിക്കുന്നവർക്ക് അത്. നമ്മുടെ പ്രൊഡക്റ്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അവൈലബിൾ ആക്കാന്നുള്ളതാണ് മേജർലി ചെയ്യുന്നത്. അതിനൊക്കെ ഓരോ കസ്റ്റമർ ബേസ് ഉണ്ടാണോ? എല്ലാത്തിനും കസ്റ്റമർ ബേസ് ഉണ്ട്. ഇതൊരു ഒമ്നി ചാനലാണ്. കടയിൽ ഒന്ന് വാങ്ങിക്കുന്നവർക്ക് കടയിൽ, സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് വാങ്ങിക്കുന്നവർക്ക് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് വാങ്ങിക്കും. wherever it is we are present there. എല്ലാ പ്ലാറ്റ്ഫോമിലും അതാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത്. കറക്റ്റ്. ഓക്കെ, സോ മൂവിങ് ഓൺ. ഈസ് ഇറ്റ് ബെറ്റർ ടു ഹയർ എ ടീം ഫോർ DM ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ എ ന്യൂ കമ്പനി ഓർ 100 orders വിത്ത് ഇൻഹൗസ് ടീം? അത് ചോദിക്കാനുണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ടീമിനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എക്സ്പെർട്ടൈസ് വേറെ ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് എ ഗുഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി. ഇപ്പം നിങ്ങൾ ദുബായിൽ ഒരു സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ വെച്ചിട്ട് ചെയ്യാണ്. അവർ കേരളത്തിലെ മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ.
അപ്പോൾ നമ്മുടെ ഇൻഹൗസ് ടീമിന് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും എക്സ്പീരിയൻസ് ഉണ്ടാവുക, അവർക്ക് ദുബായിൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, അവർക്ക് ടൂൾ അറിയാം. പക്ഷേ വാട്ട് ഈസ് ട്രെൻഡിങ് ദെയർ, വാട്ട് വിൽ വർക്ക് ഫോർ ദാറ്റ് കസ്റ്റമേഴ്സ്, വാട്ട് വിൽ വർക്ക് ഫോർ എമറാത്തി കസ്റ്റമേഴ്സ്, വാട്ട് വിൽ വർക്ക് ഫോർ സൗദി കസ്റ്റമേഴ്സ്, കുവൈറ്റി കസ്റ്റമേഴ്സ്, ഖത്തറി കസ്റ്റമേഴ്സ്, അത് അവർക്ക് അറിയാൻ വേണ്ടവർ. ആ നോ ഹൗ ആണ് ആര് തരുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് തരുന്നത്. അവർ ഓൾറെഡി സിമിലർ കൈൻഡ് ഓഫ് ബിസിനസ്സസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനീഷ്യലി തുടങ്ങുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ യു യൂസ് എ കൺസൾട്ടൻറ്റ് ഓർ എൽസ് യു യൂസ് എ കോസ്റ്റ് എഫക്റ്റീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസിനെയും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിച്ച് അവരുടെ എക്സ്പെർട്ടൈസ്, അവരുടെ ക്ലയൻസ്, അവർ ചെയ്തിരിക്കുന്ന പോർട്ട്ഫോളിയോ ഇതെല്ലാം നോക്കി അവർ എത്രത്തോളം സെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, എത്രത്തോളം ഓർഡർ ജനറേറ്റ് ചെയ്തു, എത്രത്തോളം ട്രാഫിക് കൊണ്ടുവന്നിട്ടുണ്ട്, എത്രത്തോളം ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടിയിട്ടുണ്ട്, കൺവേർഷൻ റേറ്റ് കൂട്ടിയിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് മനസ്സിലാക്കും. ഇത് ഇഷ്യൂ എന്താ അറിയോ, പുതിയതായിട്ട് തുടങ്ങണ ഈ ക്വസ്റ്റ്യൻസ് അറിയൂല. അപ്പോൾ അവിടെയാണ് ഒരു നെറ്റ്വർക്കിൽ ഒരു ഫ്രണ്ട് ഉണ്ടാവും, ഹൂവർ ഈസ് ഡൂയിങ്. അതായിരിക്കും നിങ്ങളൊരു കുറച്ചും കൂടി നല്ല. കാരണം ദേ വിൽ ടെൽ യു വാട്ട് ക്വസ്റ്റ്യൻസ് ടു ആസ്ക്. യാ റൈറ്റ്. ഓക്കെ, മൂവിങ് ഓൺ. ബേസിക് കോസ്റ്റ് ടു സ്റ്റാർട്ട് ഇ കൊമേഴ്സ് ഇൻ എ കൺട്രി ലൈക്ക് ദുബായ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 6,000 ദിർഹംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈസൻസ് കിട്ടും. ഇനി നിങ്ങൾ ദുബായിൽ തന്നെ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ഇ ട്രേഡർ ലൈസൻസ് ഉണ്ട്, അത് അറൗണ്ട് 2,000 ദിർഹംസിന് അത് കിട്ടും. പിന്നെ നമ്മൾ ഈ ഫുൾഫിൽമെൻറ്റ് വെയർ ഹൗസിൻ്റെ ചാർജസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ പ്രൊഡക്റ്റാണ് വീട്ടിൽ ഇരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതെ. അപ്പോൾ ഈ 6,000 ആണ് ബേസിക് ഒരു ലൈസൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാൻ. പിന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു D2C ഒക്കെ തുടങ്ങുമ്പോൾ എപ്പോഴും വീട്ടിൽ തുടങ്ങുന്നത് തന്നെയാണ് സേഫ്. അപ്പോൾ വെയർ ഹൗസിംഗ് ചാർജ് കൊടുക്കണ്ട, നമുക്ക് തന്നെ പാക്ക് ചെയ്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും. Unless you have a very big investor and you know what to do going ahead. Right. Questions ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി ഉണ്ട്. I have been doing paid ads on Google Shopping on a daily budget of 5 dirhams, running 4 campaign, total 20 dirhams a day. We are running for a week but no sales. Any suggestion to improve conversion? എൻ്റെ അടുത്ത് ആൻസർ ഉണ്ട്, പക്ഷെ നിങ്ങൾ ആൻസർ പറയും. അത് കേൾക്കട്ടെ. ആ ആൻസറിന് നമ്മളവരെ ഇത് ചെയ്യണമല്ല, നമ്മൾ ഈ 20 ദിർഹംസിന് ആഡ് ചെയ്താലൊന്നും അവിടെ എങ്ങും എത്തൂല. അവരുടെ പ്രൊഡക്റ്റ് ഏതാണ്, അവർക്ക് കൊടുക്കുന്ന ആഡ് കൊടുക്കുന്ന ലൊക്കേഷൻ ഏതാണെന്നും കൂടി അറിയണം. അവിടെ ആഡ് ചെയ്യുന്നത് 5,000 ദിർഹംസ് പെർ ഡേ, 1,000 ദിർഹംസ് പെർ ഡേ, 10,000 ദിർഹംസ് പെർ ഡേ ആഡ് ചെയ്യുന്ന കമ്പനീസിൻ്റെ അവിടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അതെ. അപ്പോൾ നമ്മൾ ഈ 5 ദിർഹംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അപ്പോൾ പ്രൊഡക്റ്റ് അറിഞ്ഞാലാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റുമോ. ഈ ചോദ്യം ചോദിച്ച ആൾ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്ത് കൊടുക്കാം. കറക്റ്റ്. നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്നാൽ മതി. ഓക്കെ, ഡൺ. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ആൻസർ. അല്ല, ഷാൻ്റെ ആൻസർ എന്തായിരുന്നു അതിന്? എൻ്റെ ആൻസറോ? എൻ്റെ ആൻസർ എന്തായിരുന്നു? ഒരു മിനിറ്റ്. ഗൂഗിൾ ഷോപ്പിംഗ് ആഡ്സ് ആണ് ചെയ്യുന്നത്. എൻ്റെ ആൻസറോ? എൻ്റെ ആൻസർ ട്രാഫിക് ഉണ്ട് എന്ന് പറഞ്ഞോ. വാട്ട് വാസ് ദ ഡേ? ഒരൊറ്റ ലീഡേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഒരു പുതിയ കമ്പനി ആകുമ്പം അവർക്ക് ട്രസ്റ്റ് ഇല്ല. ഓക്കെ, സോ നിങ്ങൾ പറഞ്ഞ ആ ആൻസർ തന്നെയാണ്. ഡു ചാറ്റ് കൊമേഴ്സ്. നിങ്ങൾ ചെയ്യുമ്പം വെബ്സൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യരുത്, കൺവേർട്ട് ഇൻ ടു വാട്സാപ്പ്. അറ്റ്ലീസ്റ്റ് യു വിൽ ഗെറ്റ് എ ഹോൾഡ് ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ്. കുറച്ച് ചെറിയ ബഡ്ജറ്റിലൊന്നും ആവില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു ലീഡ് കിട്ടി പറഞ്ഞ് ആ ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലീഡിനോട് സംസാരിച്ച് കൺവേർട്ട് ചെയ്യാൻ അതിന് മനസ്സിലാവും ഏത് കൈൻഡ് ഓഫ് ആൾക്കാരാണ് നിങ്ങളെ കസ്റ്റമേഴ്സ്. എന്നിട്ട് അത് കൺവേർട്ട് ആയാൽ എന്നിട്ട് അതേപോലത്തെ കസ്റ്റമേഴ്സിനെ എങ്ങനെ കിട്ടും എന്ന് കണ്ടുപിടിച്ചിട്ട് ഗോ ടു ദാറ്റ് പീരീഡ്. അത് കറക്റ്റ്, ദാറ്റ് ഏരിയ. അത് കറക്റ്റ്. ഞാൻ ഇതിന് ആഡ് ഓൺ ചെയ്തിട്ട് പറയാം. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ലീഡ്സും വരുന്നില്ല, വന്ന ലീഡ്സ് കൺവേർട്ട് ചെയ്യുന്നില്ല. ഇതിൽ 2 കാര്യമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ ഡെഫിനറ്റ്ലി ലീഡ്സ് വരും, നോ ഡൗട്ട്, നോ ഡൗട്ട്, ഡെഫിനറ്റ്ലി ലീഡ് വരും. അത് ഏതൊരാൾ ചെയ്താലും ലീഡ് വരും. പക്ഷേ എക്സ്പെർട്ടൈസ് അത് വ്യത്യാസമുണ്ട്. അതെ, ക്വാളിറ്റി ലീഡ്സ് എടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്, ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നതിൽ വ്യത്യാസമുണ്ട്. അത് ഇറ്റ് വിൽ കം ത്രൂ എക്സ്പീരിയൻസ് ഉള്ളി. ലീഡ്സ് വരുമ്പോൾ ഒരാൾ ലീഡ് ഫോം ഫില്ല് ചെയ്യുന്നത് ചിലപ്പോൾ ഇപ്പോൾ 12 മണിക്കായിരിക്കും. ആ സമയത്ത് അയാൾ ഫ്രീ ആയിരിക്കും. നമ്മൾ അയാളെ നാളെ 12 മണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഡെസിഷൻ മേക്കിംഗ് മാറിയിട്ടുണ്ടാവും. 12 മണിക്ക് ആ ലീഡ് ഫോമിൽ വരുമ്പോൾ തന്നെ സ്പോട്ടിൽ ഒരു കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ചാൻസ് ഫോർ കൺവേർഷൻ ഈസ് വെരി മച്ച് മോർ. അതേപോലെ തന്നെയാണ് കൺവേർട്ട് ചെയ്യാനിരിക്കുന്ന ആളും ഹി ഹാവ് ടു ഗീവ് ദ കോൺഫിഡൻസ് ഓഫ് ദ കമ്പനി ടു ദാറ്റ് കസ്റ്റമർ. അതെ,
അവരെയും വെൽ ട്രെയിൻഡ് ആയിരിക്കണം. എന്നാലാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ സ്പെൻഡ് ചെയ്യുന്ന ക്യാഷ് നമുക്ക് ROI ആയിട്ട് കൺവേർട്ട് വരുള്ളൂ, ROIs കൂട്ടാൻ പറ്റുള്ളൂ. അതെ. പിന്നെ അതേപോലെ തന്നെ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കൊണ്ടുവരുന്ന വെബ്സൈറ്റ് ഇഫ് ദ UI ഈസ് നോട്ട് പ്രോപ്പർ, ആ കാറ്റഗറൈസേഷൻ പ്രോപ്പർ അല്ല, പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് അല്ല എങ്കിലും ദെൻ ആ പ്രൊഡക്റ്റ് ആ കൺട്രിയിൽ ആവശ്യം ഉണ്ടാവില്ല, കസ്റ്റമറിന് വേണ്ടില്ലായിരിക്കാം, ചിലപ്പോൾ ബ്രാൻഡ് അവയർനെസ് ഉണ്ടാവില്ല. അതും ഇതിനൊരു കാരണമാണ്. അല്ലാണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ പ്രോബ്ലം ആയിട്ട് ഒരിക്കലും മീൻസ് പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിനകത്ത് ഒരു റോള് പ്ലേ ചെയ്യാണ്ട് കേട്ടോ. ഇഫ് ദിസ് ഈസ് നോട്ട് വർക്കിംഗ് ദേ ഹാവ് ടു ടെൽ യു വാട്ട് ഈസ് വർക്കിംഗ്. അതുകൊണ്ടാണ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ വെബ്സൈറ്റിൽ ട്രാഫിക് വരുന്നുണ്ട്, കൺവേർട്ട് ആവുന്നില്ല. അപ്പം നിങ്ങൾ നോക്കേണ്ട ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഇൻസ്റ്റാൾ ചെയ്യുക. ആ സ്ക്രീൻ റെക്കോർഡിംഗ് ടൂൾ ഇപ്പം നമ്മളും തുടങ്ങിയപ്പോൾ ഞാൻ തുടങ്ങിയപ്പോഴും ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് വെച്ചിട്ടാണ് ചെയ്തത്. ഞാൻ ഓരോ കസ്റ്റമറിന്റെ ജേർണി അനലൈസ് ചെയ്യും, അവരെവിടെ ചെക്ക് ചെയ്യുന്നു, എവിടെ ഇത് ചെയ്യുന്നു എന്നുള്ളത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് മാറ്റി. അതുപോലെ തന്നെ TDO, അന്ന് വാട്സപ്പ് ഇറങ്ങിയിട്ടില്ല, ബിസിനസ് API നമ്മൾ തുടങ്ങിയപ്പോൾ വാട്സപ്പ് ബിസിനസ് API ഇല്ല, TDO ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, TDOയുടെ ലൈവ് ചാറ്റ് വെച്ചിട്ട് നമുക്ക് കസ്റ്റമർ ജേർണി നമുക്ക് മനസ്സിലാകാം. കസ്റ്റമർ ഒരു പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ സ്പോട്ടിൽ നമ്മളൊരു ചാറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഓഫർ കൊടുക്കും, ഒരു ഡിസ്കൗണ്ട് കൊടുക്കും, അങ്ങനെ നമ്മൾ ലൈവായിട്ട് നോക്കും. അതേ സമയത്ത് ഞാൻ ഹീറ്റ് മാപ്പ് ഇപ്പുറം നോക്കും. ഹീറ്റ് മാപ്പ് നോക്കിയിട്ട് ലക്കി ഓറഞ്ച് ആണ് അന്ന് യൂസ് ചെയ്തത്. ലക്കി ഓറഞ്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമർ ഇങ്ങനെ നോക്കുന്നു. ചില ലക്കി ഓറഞ്ച് ത്രൂ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കസ്റ്റമർ. അപ്പൊ നമ്മൾ ആ കസ്റ്റമർ ഇങ്ങനെ കുറേ നോക്കിയിട്ട് അയാൾ പ്രൈസിങ്ങും പിടിക്കണമെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് കൂടെ അപ്പം എന്ത് ചെയ്യും, സ്പോട്ടിൽ പ്രൈസിങ്ങിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൈസിങ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് വെച്ചാൽ അതേ കസ്റ്റമർക്ക് നമ്മൾ ചാറ്റ്. കറക്റ്റ്. ലൈവായിട്ട് നിങ്ങൾക്ക് നോക്കാം വാട്ട് ഈസ് ദ കസ്റ്റമർ ഡൂയിങ് ഓൺ യുവർ വെബ്സൈറ്റ് ആൻഡ് യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. അത് വേർ ആർ യു എക്സ്പീരിയൻസിങ് ദ പ്രോബ്ലംസ്. ഇതൊക്കെ അടിപൊളി സംഭവങ്ങളാണ്. പക്ഷേ ലോട്ട് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ഡസൻ നോ ദിസ്. അപ്പോൾ അവരൊരു ഞങ്ങൾ ആഡ് ചെയ്തിട്ടൊന്നും വരുന്നില്ല, അവിടെ വെച്ച് നിർത്തരുത്. ഇനി ആ ആഡിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുക, എങ്ങനെ സെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുക, അപ്പോഴേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. റൈറ്റ്. അപ്പോൾ എനിക്ക് ഈ പോഡ്കാസ്റ്റിന് കഴിഞ്ഞ് മനസ്സിലായത് ഇത് ഒരു കാലത്തും സംസാരിച്ചാൽ തീരൂല. നമ്മൾ ആദ്യത്തെ പോഡ്കാസ്റ്റ് ചെയ്തു, അതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ പോഡ്കാസ്റ്റ് ചെയ്തു, ഇതിൻ്റെ അകത്ത് വേറെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് ഒന്ന് പല മൊഡ്യൂൾസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ബിസിനസ് എങ്ങനെ ലോഞ്ച് ചെയ്യാൻ പറ്റും, ദുബായിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, ഖത്തറിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇന്ത്യയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇത് കൊണ്ടുവരേണ്ടി വരും. അപ്പം ദാറ്റ് ഈസ് വേർ ദിസ് വിൽ ഗോ. കാരണം കലാകാലം പോഡ്കാസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വേർ ഇറ്റ് വിൽ ഗോ. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാൻ വിചാരിക്കുന്നത്. സോ അണ്ടിൽ വി ഹാവ് ദ നെക്സ്റ്റ് എപ്പിസോഡ്, ഗുഡ് ബൈ. Thank you, Wasim. Thank you for making the time again.